എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മാർത്ഥ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും സ്നേഹത്തോടെ തോളിൽ കൈയിട്ടുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ കൂട്ടുകാര്, ഇവരെല്ലാവരും നമ്മളെ പെരുവടിയിൽ കടന്നിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, ഇന്ന് വരെ സ്വന്തമായിട്ട് കുളിച്ചിരുന്ന നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടെ കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാ കുളിപ്പിച്ചിട്ട് നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കൊണ്ടുവച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത, പടച്ചവനെ വില കുറഞ്ഞ, കാണാനൊരു രസമില്ലാത്ത 3 കഷ്ടം വെള്ളത്തുളിയുടെ മുകളിലേക്ക് നിന്റെ ജനാസ എടുത്ത് വെച്ചിട്ട് എല്ലാവരും പൊതിയുകയാണ്. അവസാനം നിന്നെ മുഖം മറയ്ക്കാൻ സമയമാകുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, കാണേണ്ടവർ കണ്ടോ, കാണേണ്ടവരെല്ലാവരും കണ്ടോ, ഇതാ പൊതിയാൻ പോകുകയാണ്, ഇതാ പൊതിയാൻ പോകുകയാണ്. അല്ലാഹുവേ, എന്തൊരു ധൃതി എന്നറിയുമോ? അവസാനം നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞിയെടുത്ത് വെച്ചു. എന്നിട്ട് അല്ലാഹുവേ, ആരോ വിളിച്ചു പറയുന്നു, മതി പൊതിയാൻ, കൊണ്ടുപോകാൻ സമയമായി, കണ്ടതൊക്കെ മതി. അവിടെ നിന്ന് പെട്ടെന്ന് നിന്റെ ജനാസ പൊതിയുകയാണ്. അത് കഴിഞ്ഞ് നിന്റെ വീടിന്റെ മുന്നിൽ ഒരുക്കിയിട്ടിരിക്കുന്ന മോഡലില്ലാത്ത, എണ്ണയില്ലാത്ത, ഡ്രൈവറില്ലാത്ത ഒരു വാഹനം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് നിന്റെ ജനാസ എടുത്ത് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നിന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ വിളിച്ചുകൂവൽ കേൾക്കുന്ന സമയം അപ്പോഴാ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, വാപ്പ കരയുകയാ, ഉമ്മ കരയുകയാ, എല്ലാവരും വീടിന്റെ അകത്ത് കടന്ന് വിളിച്ചു കൂവുന്ന സമയമാണ്. പടച്ചവനെ, എന്റെ പൊന്നാര മകനെ കൊണ്ടുപോകല്ലേ, സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ, കാണലെന്നാ പൊന്നേ. ഉമ്മാനെ ഒറ്റയ്ക്കാക്കി ഇട്ടു പോകുകയാണോ? വാപ്പയെ വിട്ടിട്ട് പോവുകയാണോ? മോനെ ഭാര്യയെ കളന്നിട്ട് പോകുകയാണോ? എന്നാണടാ ഇനിയൊന്ന് കാണുന്നത്? എല്ലാവരും കരയുകയാണ്. ആ മയ്യത്ത് കെട്ടിൽ 6 പേരതാ ഉയർത്തിക്കെട്ട് തന്റെ തോളിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനെ, ആ മയ്യത്ത് കെട്ടിൽ ചുമലിലേക്ക് ഉയരുമ്പോ, പടച്ചവനെ, നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വാപ്പാ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ വാപ്പയെ കൊണ്ടുപോകല്ലേ. നെഞ്ചുപട്ടികെട്ട പൊന്നാര മക്കള് കരയുന്ന ദിവസമുണ്ടല്ലോ, മിണ്ടാതെ കടന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് സഹോദര, അവിടെ വെച്ച് ഉമ്മ കൈയിടിഞ്ഞു, ഭാര്യ കൈയിടിഞ്ഞു, പെമ്മക്കള് കൈയിടിഞ്ഞു, സഹോദരിമാര് കൈയിടിഞ്ഞു, കൂടപ്പിറപ്പുകള് കൈയിടിഞ്ഞു. അവിടെ നിന്ന് ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് ജനാസ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും പടച്ചവനെ നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് പള്ളിക്കാട്ടിൽ ഒരുക്കിയിട്ടിരിക്കുന്ന കോടാനുകോടി രൂപയുടെ വിലയില്ലാത്ത, കോടികളൊന്നും വേണ്ട, ഓസിന് പണിത് തരും അങ്ങനെ ഒരു വീട്. അല്ലാഹുവേ, പല പള്ളികളിലും പൈസയ്ക്ക് പോലും വേണ്ട, വെറുതെ വെട്ടിത്തരും പള്ളിക്കാട്ടിൽ മനോഹരമായ ഒരു ഖബർ. ഒരു മോഡലുമില്ല, ഒരു ഫാഷനുമില്ല,
അല്ലാഹുവേ ഒരു ഖബറിങ്ങനെ കുടിച്ചു തരികയാണ്. ആ ഖബറിന്റെ അകത്തേക്ക് വെള്ള തുണിയിൽ പൊതിഞ്ഞ നിന്റെ ജനാസ രണ്ടുപേര് ഖബറിന്റെ അകത്ത് ഇറങ്ങി നിന്നിട്ട് അവിടെ നിങ്ങനെ താങ്ങി വാങ്ങിയിട്ട് ഖബറിന്റെ അകത്ത് വെക്കുകയാ. എന്നിട്ട് ഖബറിന്റെ അകത്തിരിക്കുന്നവർ പറയുന്നു, മോനെവിടെ ഒരു പിടി മണ്ണ് വാരി തരുവോ? അല്ലാഹുവേ അവിടെ നിന്ന് ഒരു പിടി മണ്ണ് വാരി കൊടുത്തു. അതാ ഖബറിന്റെ അകത്ത് കിടക്കുന്നവന്റെ കഴുത്തിന്റെ തലകൾ അതാ കബളിന്റെ താഴ്ഭാഗത്ത് ഒരു പിടി മണ്ണ് വാരി വെച്ചിട്ട് അല്ലാഹുവേ പലകയിടത്ത് നിരത്തി. വേടേണ്ടവരെല്ലാം മണ്ണ് വാരിയിട്ടോ. ആഘോഷമാണ്. മണ്ണ് വാരി ഇടുന്നത് കണ്ടാൽ പടച്ചവനെ എന്തോ ആഘോഷം പോലെ, എന്തോ ആഘോഷം പോലെ. പച്ചയായ വികാര വിചാരമുള്ള മോഹങ്ങളുള്ള ഒരുപാട് സ്വപ്നം കണ്ട ഒരു മനുഷ്യന്റെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരി ഇടുന്നത് കണ്ടാൽ മോനെ വെറുതെയല്ല ഇടാൻ പറഞ്ഞത്, അത് വെറുതെയല്ല ഇടാൻ പറഞ്ഞത്. പഠിക്കാൻ 3 പാഠങ്ങളുണ്ട്. പറയാ റസൂലുള്ള ദുആയും പറഞ്ഞു തരുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് വേണം മണ്ണിടാൻ. അവസാനം 4 സൈഡിൽ നിന്ന് മണ്ണ് വാരിയിട്ടു. ഖബറിന്റെ പണിയതാ കഴിഞ്ഞു. മനോഹരമായി ഖബറൊരുക്കി കഴിഞ്ഞു. എന്നിട്ടല്ലാ ഖബറങ്കാട്ടില് മറ്റാരുടെയോ നെഞ്ചിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചെടി അതാരോ കൊണ്ടുവന്ന് ഖബറിൽ നട്ടതാണ്. ആ ഖബറിന്റെ മുകളിൽ നിന്ന് ചെടി ഒടിച്ചെടുക്കുകയാ. അതുപോലും മക്കള് കൊണ്ടുപോകൂല. സ്വന്തം വാപ്പയുടെ നെഞ്ചത്ത് വെക്കാറ്, സ്വന്തം ഉമ്മയുടെ നെഞ്ചത്ത് വെക്കാ ഒരു ചെടി പോലും നമ്മളിൽ പലരും കൊണ്ടുപോകാറില്ല. അടുത്തവന്റെ ഖബറിൽ നിന്ന് എടുത്തു പൊടിച്ചു വെക്കുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ ദുആയും കഴിഞ്ഞു. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ. എല്ലാവരും അവിടെ നിന്നിട്ട് സ്വലാം പറഞ്ഞിട്ട് പിരിയുകയാ. എന്റെ പ്രിയമുള്ള സഹോദരാ, ഇന്നലെ വരെ നീ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞു കൊണ്ട് നടന്നവർ മുഴുവനും പള്ളിക്കാട്ടില് വെളിച്ചമില്ലാത്ത ഒരു കാടിന്റെ അകത്ത് ഒരു കുഴിക്കകത്ത് നിന്നെ ഇറക്കി കിടത്തിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമെങ്കിൽ സഹോദരാ, എല്ലാവരും നിന്നെ പകുതിയിൽ കളഞ്ഞിട്ട് പോകുന്നവരാ. അവരാണോ കൂട്ടുകാര്? അവരാണോ കൂട്ടുകാര്? അല്ലാഹുവേ, പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്ക് കളഞ്ഞിട്ട് പോകുന്നവന്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല. പിന്നെ ആരെയാണ് കൂട്ടുകാരാക്കേണ്ടത്? നിന്നെ കൈയൊഴിയാത്തവരല്ലേ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരല്ലേ. അങ്ങനെ ചില കൂട്ടുകാരുണ്ട്, അങ്ങനെ ചില കൂട്ടുകാരുണ്ട്. ദുനിയാവിലെ കൂടെയുണ്ട്, പരലോകതാ മരണസമയത്ത് കൂടെയുണ്ട്, ഖബറിന്റെ അകത്ത് കൂടെയുണ്ട്, പരലോകത്ത് കൂടെയുണ്ട്, സിറാത്തില് കൂടെയുണ്ട്, മീസാനില് കൂടെയുണ്ട്. പടച്ച റബ്ബിന്റെ സ്വർഗം വരെ കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവർ മുഴുവനും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പള്ളിക്കാട്ടി ഖബർ കൊണ്ടുവെക്കുമ്പോ ഖബറിന്റെ അകത്ത് ജനാസ ഇറക്കി വെച്ചിട്ട് വല്ല ആൾക്കാരുടെയും ഖബറിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചെടി എന്തിനാ ഓടിക്കണം? നിനക്ക് അനുവാദം ഉണ്ടോ ഓടിക്കാൻ? പള്ളിക്കാട്ടിൽ ഞാൻ എന്റെ വാപ്പാടെ നെഞ്ചിന്റെ മുകളിൽ നട്ടിരിക്കുന്ന ചെടി ഒടിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? നീ അതെങ്കിലും കൊണ്ടുപോണ്ടേ? അതുമില്ല. അതങ്ങോട്ട് കൊണ്ടുപോകും, കൊണ്ട് ഇറക്കി വെച്ചിട്ട് അവസാനം പറയും ഒരു ചെടി അടയാളത്തിന് അടുത്തവന്റെ ഒറ്റ ഒടിയ ഒടിച്ചങ്ങ് വെക്കും. ഇതാവസ്ഥ. എല്ലാവരും നിന്നെ കൊണ്ടുപോയി കുഴിയിട്ടിട്ട് പോകും. അപ്പൊ പിന്നെ അവര് ആത്മാർത്ഥ സുഹൃത്തുക്കളാണോ? അല്ല. പിന്നെ ആരാ? സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ട്. അള്ളാഹു ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരാരാ? അവരാരാ? ഈ നമ്മളെ പോലൊന്നുമല്ല, നമ്മളെ പോലെയൊന്നുമല്ല. അവര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നല്ലതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ കൂട്ടുകാര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നല്ലതല്ലാതെ ഒന്നും പറഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടുകാരാരാ? അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ മലക്കുകൾ. എന്റെ പ്രിയമുള്ളവരെ, ആ കൂട്ടുകാരും മലക്കുകളാണ്. അവരുടെ കൂടെ കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മലക്കുകളുടെ കൂടെ കൂടിയ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് അവര് പോകും. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയതിനു ശേഷമേ അവര് പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ അവരുടെ കൂടെ കൂടുവല്ലേ? മലക്കുകളെ കൂട്ടുകാരാക്കുവല്ലേ? പറചങ്ങാതിമാരല്ലേ? അവര് നിന്റെ സുഹൃത്തുക്കളാ. ഞാനും നിങ്ങളും ആദ്യമായിട്ട് കൂട്ടുകൂടിയത് അവരുടെ കൂടെ. ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പം വന്ന് പരിചയപ്പെട്ടവരായി മലക്ക്.
ഉമ്മാടെ വയറ്റിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ വന്ന് പരിചയപ്പെട്ടതാ മലക്ക്. നീ ആലോചിച്ചു നോക്ക്, നിന്റെ ഉമ്മയോ വാപ്പയോ ഭാര്യയോ മക്കളോ കൂടപ്പുറപ്പോ അല്ല നിന്റെ കൂടെ നടക്കുന്നത്. 24 മണിക്കൂറും നീ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഈ 2 തോളിയ കയറിയിരുന്നതാ. ഇറങ്ങുവോ പറ? ഈ 2 ചുമലി 2 മലക്കുകൾ ഇരിക്കുന്നുണ്ട്. അവർ 1 മിനിറ്റ് ഉറങ്ങുവോ ചങ്ങാതി? ഇല്ല. 24 മണിക്കൂറും ഡ്യൂട്ടിയാ നിന്റെ കിടക്കൽ അവരിയ്ക്കണേ. അവസാനം നീ മരിക്കുമ്പോ ആദ്യം കരയുന്നത് അവരാ. നീ മരിച്ചു പോകുമ്പോ ആദ്യം കരയുന്നത് നീ നല്ലവനാണെങ്കിൽ ഈ ചുമലിലിരിക്കുന്ന മക്കൾ, ഈ മലക്കുകൾ നീ മരിച്ചതോർത്ത് കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കിൽ ഇങ്ങനൊന്നും നടന്നാ പോരാ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയേ പറ്റൂ. ഇങ്ങനെ നടന്നാൽ മലക്കല്ല ശൈത്താന്റെ കൂട്ടുകാരാകും. നേരെ ചൊവ്വ പറയുന്ന പോലെ നടന്നാൽ മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ പോകാം. എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ശൈത്താന്റെ കൂടെ നരകത്തിൽ പോകണോ, മലക്കിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണോ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കിൽ മലക്കുകളെ പരിചയമുണ്ടാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയമുള്ളവരെയും മലക്കുകളുമായിട്ട് നമുക്കൊരു പരിചയം വേണ്ടേ? മലക്കുകളുമായി നമുക്കൊരു സ്നേഹബന്ധം വേണ്ടേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുത്തുനബി ജിബ്രീലിന്റെ അടുക്കൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്ന ചെറുപ്പക്കാരൻ അബൂദർ അല്ലേ നബിയേ? അബൂദർ എന്ന് പറയുന്ന അബൂദറിൽ ഗഫാരി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ മലക്കുകളുടെ നേതാവായ വഹിയുമായി കടന്നു വരുന്ന ജിബ്രീൽ എന്ന മലക്ക് ചോദിക്കുകയാ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി, മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടെന്ന് ചോദിക്കുന്നു, നിനക്കെങ്ങനെ അറിയാ ജിബ്രീലേ? ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണ്. എങ്ങനെ നിനക്കറിയാ ജിബ്രീലേ? യാ റസൂലല്ലാഹ്, എനിക്കറിയാവുന്ന സ്വഹാബിയാ. മലക്കുകൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ചെറുപ്പക്കാരനാണ് ആ പോകുന്ന അബൂദർ. അവിടെന്ന് പറയുകയാ, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഇ അശ്ഹറു ഫിൽ അർളി. ദുനിയാവിലെ ജനങ്ങൾ അറിയുന്നതിനേക്കാളും നല്ലതുപോലെ ആ അബൂദറിനെ മലക്കുകൾക്ക് അറിയാ നബിയേ. ആരാ അബൂദർ? ആരാ? മസ്ജിദ് നബവിയുടെ സൈഡിൽ കിടക്കുന്ന പാവപ്പെട്ട, ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു ജോഡിയില്ലാത്ത, ഒരു ദിവസത്തിൽ ഒരു നേരം പോലും കഴിക്കാൻ അന്നമില്ലാത്ത പാവപ്പെട്ട എന്റെ അബൂദറിനെ എങ്ങനെയാണ് മലക്കുകൾക്ക് മുഴുവനും നല്ല പരിചയമാകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, നബിയേ, അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ടായിരുന്നു. ആ സ്വഭാവം നമ്മളിൽ പലർക്കുമില്ല. ആ സ്വഭാവം നമ്മളിൽ പലർക്കുമില്ല. ആ സ്വഭാവം നമുക്കുള്ളത് കൊണ്ടാണ് അല്ലാഹുവേ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മലക്കുകൾ ഇഷ്ടപ്പെട്ടത്. ആ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ ശൈത്താൻ വല്ലാതെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, മുത്തുനബി ചോദിക്കുന്നു, അബൂദറിനുണ്ടായിരുന്ന ആ ഗുണമെന്താ? യാ റസൂലല്ലാഹ്, ഹാദിഹിൽ ഖുതാമിൽ ഫനിയാ. ആ അബൂദറിനെ മലക്കുകൾക്ക് എങ്ങനെയാണ് പരിചയമെന്നറിയുവോ? ആ അബൂദർ പരിത്യാഗിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനോട് സ്നേഹമില്ലാത്ത ചെറുപ്പക്കാരനാ. ഈ ദുനിയാ
ദുനിയാവിനോടൊരു സ്നേഹവുമില്ല, ആഖിറത്തിനോട് സ്നേഹമുണ്ട്. ദുനിയാവിനെ വലിച്ചെറിഞ്ഞു. അല്ലാഹുവിന്റെ ആഖിറത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ദുനിയാവിനെ കളഞ്ഞ ചെറുപ്പക്കാരനാ. പണത്തിനോട് മോഹമില്ല, അധികാരത്തോട് മോഹമില്ല, പേരും പ്രസക്തിക്കും മോഹമില്ല, പടച്ചവനെ വലിയ കൊട്ടാരം വെക്കാൻ മോഹമില്ല. എപ്പോഴും ആഖിറത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്തയുള്ളത്. പക്ഷേ നമ്മൾ അങ്ങനല്ലല്ലോ. നമുക്ക് ദുനിയാവിനോട് വല്ലാത്ത പ്രേമമാണ്. എങ്ങനെയെങ്കിലും ഈ മണ്ണാർക്കാട് മുഴുവനും എന്റെ കൈപിടിയിലാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? കോടികളുടെ വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? കയ്യിൽ കോടാരി കോടി പണം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? എല്ലാവർക്കും ദുനിയാവിനോട് വല്ലാത്ത മോഹം, പണത്തിനോട് വല്ലാത്ത ആഗ്രഹം. ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണമെങ്കിൽ പണം വേണമെന്ന് കരുതുന്നവര് എല്ലാവരും പണത്തിന്റെ പിറകിലാ. അവിടെ ഹലാലില്ല, അവിടെ ഹറാമാരാ നോക്കുന്നത്. കള്ള് കച്ചവടം നടത്തുന്നവരുണ്ട്, അല്ലാഹുവേ മയക്കുമരുന്ന് നടത്തുന്നവരുണ്ട്, പലിശ കച്ചവടം നടത്തുന്ന ഹാജിയാക്കന്മാരുണ്ട്. ഹറാമായ വഴിയിലൂടെ എങ്ങനെയും പണം സമ്പാദിക്കണമല്ലോ. എളുപ്പ വഴി എന്താണെന്നാണ് നോക്കുന്നത്. പെട്ടെന്ന് പണക്കാരനാകാനുള്ള വഴിയാട് പലിശ കച്ചവടം. അല്ലാ, പിന്നെ മേലനങ്ങാതെ കഷ്ടപ്പെടാതെ പണക്കാരനാകാനുള്ള പെട്ടെന്നുള്ള വഴി എന്താ? അത് കാരുണ്യയുടെ ലോട്ടറി എടുക്കലല്ലേ, കോടികളല്ലേ, ലക്ഷങ്ങളല്ലേ. പള്ളിയിൽ നമസ്കരിക്കുന്ന ഇമാമ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് തിരിഞ്ഞിരിക്കുമ്പോ ഉസ്താദ് കരഞ്ഞുകൊണ്ടല്ലാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നരകത്തിന്റെ രക്ഷ ചോദിക്കുമ്പോ, അല്ലാഹുവേ നല്ല മരണമെന്ന് ദുആ ചെയ്യുമ്പോ ഇമാമിന്റെ പുറകിൽ ഒന്നാമത്തെ സഫിലിരുന്ന് ആമീൻ പറയുന്ന മനുഷ്യന്റെ പോക്കറ്റിൽ തെളിഞ്ഞു കാണാ. ലോട്ടറിയും വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് പള്ളിയിൽ പോകുന്നവരുടെ കാലവാ. അതുകൊണ്ട് സഹോദരാ, ദുനിയാവിനെ സ്നേഹിക്കല്ലേ. ദുനിയാവ് നിന്നെ വഞ്ചിച്ച് കളയും. ഈ ലോകത്ത് ഒരുപാട് പേരെ ഈ ദുനിയാവ് വഞ്ചിച്ചതാ. അതുകൊണ്ട് നീ ദുനിയാവിന്റെ പുറകെ പോകല്ലേ. ഈ ദുനിയാവിനെ വലിച്ചെറി പെങ്ങള്, ഈ ദുനിയാവിനെ വലിച്ചെറി ചെറുപ്പക്കാരാ. അല്ലാതെ ഒന്നിനും സമയമില്ല, ഒന്നിനും സമയമില്ല. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ പോലും സമയമില്ല. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിച്ചു. പള്ളിയുടെ പരിസരത്താണ് നിന്റെ 2 നിലയുള്ളത്. പള്ളിയുടെ മുന്നിലാണ് നിന്റെ കടയുള്ളത്. പള്ളിയുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ, കടയുടെ മുന്നിലൂടെ പ്രായം ചെന്ന ഈ നാട്ടിലെ വാപ്പമാര് നടക്കാൻ പോലും കഴിവില്ലാത്തവർ എങ്ങനെയെങ്കിലും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണമെന്ന മോഹത്തോട് 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പ്രതിഫലമാകാ. പള്ളിയിലേക്ക് നിന്റെ കടയുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവേ ആ കാഴ്ച നീ കാണുന്നവനാട്. അവസാന പള്ളിക്കകത്ത് ഇഖാമത്ത് കൊടുത്ത് നമസ്കാരം തുടങ്ങി. പള്ളിയിൽ നമസ്കരിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കാ. വീടിന്റെ പുറത്ത് കാലിന്റെ മുകളിൽ കാലും കയറ്റിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, കടയിലിരുന്ന് കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരാ, കട തന്നതാരാടാ? കച്ചവടം തരുന്നതാരാടാ? നിനക്ക് പണം തരുന്നതാരാ വാപ്പാ? ഈ 2 നില നിന്റെ കഴിവാണോടി പൊന്നുമോളെ? നീ പണിതിരിക്കുന്ന ഈ വീട് നിന്റെ കഴിവ് കൊണ്ടാണ് പണിതെന്ന് നീ കരുതുന്നുണ്ടോ? ഇതൊക്കെ നിന്റെ അധ്വാനത്തിൽ ഉണ്ടാക്കിയതാണെന്ന് കരുതുന്നുണ്ടോ? പെങ്ങളെ, തന്നത് അല്ലാഹുവാ മോളെ. ഇതെല്ലാം തന്നത് അല്ലാഹുവാണ്. തന്നതുപോലെ എടുത്തു മാറ്റാ. ആ തന്ന റബ്ബിന് കഴിവുണ്ടെന്ന് നീ മറക്കരുത്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹയല്ലേ പറഞ്ഞത്? എടാ, അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു മാറ്റാൻ അല്ലാഹുവിന് കഴിവുണ്ട്. മോനെ, പടച്ചവനെ മറക്കുന്ന മനുഷ്യ, ഈ നിഅമത്ത് എങ്ങാണം അല്ലാഹ് അങ്ങ് തിരിച്ചെടുത്താ, മോനെ
നിന്റെ 2 നില എവിടെ പോയടാ? നിന്റെ കോടികൾ എവിടെ പോയടാ? നിന്റെ സർവ്വതും നഷ്ടപ്പെടുത്തി കളയാൻ അല്ലാഹുവിന് കഴിവുണ്ടെന്ന് നീ മറന്നു പോകരുത്. അല്ലാഹുവേ, റോഡിൽ കിടക്കുന്ന നായി, എന്നെങ്കിലും ഒരു ദിവസം നിന്റെ വീടിന്റെ മുന്നിൽ ഒരു നായി കിടന്നു വന്നോ, വിശന്നു വന്ന നായിക്ക് തിന്നാൻ ഒരു നേരത്തെ അന്നം കൊടുത്താ മറക്കൂല മനുഷ്യ. ആ നന്ദിയാ നിന്നോടത് നന്ദികേട് കാണിക്കൂല. എവിടെ വെച്ച് കണ്ടാലും നിന്നോടത് നന്ദി കാണിക്കുന്ന മൃഗമാ. പക്ഷേ നമ്മളങ്ങനല്ല. അല്ലാഹു തരുന്നത് മുഴുവനും ഇരുകൈ നീട്ട് സ്വീകരിച്ചിട്ട് നന്ദി കാണിക്കാതെ നടക്കുന്നവരോട് ഈ ദുനിയാവിന്റെ പുറകെ നടന്ന റസൂലുള്ളാഹി പറയുകയാ, മൻ അസ്ബഹ മിൻകും വദ്ദുനിയാ അക്ബറ ഹമ്മിഹി അൽസമല്ലാഹു തആല അലാ ഖൽബിഹി അർബഅ ഹിസാൽ. ദുനിയാവിനെ പ്രേമിക്കുന്നവന്, ദുനിയാവിനെ സ്നേഹിക്കുന്നവന്, ദുനിയാവിന്റെ പുറകെ നടക്കുന്നവന് അല്ലാഹു അവന് 4 ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് പടച്ചവനെ അല്ല 2 നില വീട് വേണം. മണ്ണാർക്കാട് മുഴുവനും നിന്റെതാന്ന് പറഞ്ഞാലും പോരാ, ഇനി പെരിന്തൽമണ്ണ കൂടെ വേണം, അല്ലെങ്കിൽ പാലക്കാട് വേണം. നമ്മൾ പലരും ആഗ്രഹിക്കുന്നത് മലമ്പുഴ എന്റെ ആയിരുന്നെങ്കിൽ എന്നാ. എല്ലാം ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ. സ്വന്തമായിട്ടൊരു വീടുണ്ട് പോരാ, അടുത്ത 2 നില സ്വപ്നം. എല്ലാവരും ദുനിയാവിന്റെ പുറകിൽ അങ്ങനെ നടന്നു. മോനെ, അല്ല നിനക്ക് 4 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എണ്ണിക്കോ, ഈ പറയുന്ന 4 ശിക്ഷ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ തീരുമാനിക്കും. ഈ പറയുന്ന 4 ശിക്ഷ നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ആഖിറം മറന്നവനാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 1, പ്രവാചകൻ പറഞ്ഞു, ഹമ്മല്ല യൻഖതിഉ മിൻഹു അബദ, ഒരിക്കലും നിന്റെ ദുഃഖം മാറില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാലത്തും നിനക്ക് ദുഃഖമില്ല. നിന്റെ നാവിന്ന് നല്ല ഒരു വാക്ക് വീഴൂല. എന്ത് ചോദിച്ചാലും ദുഃഖം ദുഃഖം ദുഃഖം. നിനക്ക് എന്തുണ്ടെങ്കിലും സമാധാനമില്ല. നിന്റെ ജീവിതത്തിൽ എന്നും ദുഃഖം മാത്രം. സമാധാനം അല്ലാഹു നിനക്ക് തരൂല. കാരണം നീ അല്ലാഹനെ മറന്നവനാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, റസൂലുള്ളാഹി പറയുന്നു, വശുഅലല്ലാ യതബറഉ മിൻഹു അബദ, ഒരിക്കലും നിന്റെ ജോലി തീരൂല. നേരെ ചൊവ്വേ ഒന്ന് ഉറങ്ങാൻ സമയമുണ്ടോ? ഇല്ല. നിനക്ക് ഉറങ്ങാൻ സമയമില്ല. നിന്റെ ഭാര്യയുടെ കൂടെ ഒരല്പനേരം കിടപ്പറയിൽ പങ്കിടാൻ നിനക്ക് സമയമില്ല. തിന്നാൻ സമയമുണ്ടോ? ഇല്ല. മക്കളുടെ കാര്യം പറയാൻ സമയമുണ്ടോ? ഇല്ല. ഒന്ന് കറങ്ങാൻ പോകാൻ സമയമുണ്ടോ? ഇല്ല. കുടുംബക്കാരെ കാണാൻ പോകാൻ സമയമുണ്ടോ? ഇല്ല. ഇബാദത്ത് ചെയ്യാൻ സമയമുണ്ടോ? ഇല്ല. രാവും പകലും ജോലി 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 ജോലി. ഒരിക്കലും തീരൂല. എന്നാ പ്രായമാകുന്ന കാലത്തെങ്കിലും മക്കളൊക്കെ നല്ല നിലയിലായി, കെട്ടിച്ചു വിട്ടു, എന്നായാലും നിനക്ക് സമാധാനം ഉണ്ടോ? ഇല്ല. അപ്പോഴും ജോലി. നിന്റെ ജോലി പള്ളിക്കുടിയിലെത്തുന്നവരെ ഉണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ജോലി തീർന്ന കാലം ഉണ്ടാവില്ല മനുഷ്യ. എന്നും ജോലിയാ. പ്രായമായാലും നിനക്ക് ജോലി. അല്ലാഹ്, കാരണം നീ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവരാ. മുത്തുനബി പറഞ്ഞു 3, ഞാൻ വിശദീകരിക്കുന്നില്ല. 3ാമത്തെ കാര്യം പ്രവാചകൻ പറഞ്ഞു, വഫഖറല്ലാ യബ്ലുഗു ഗിനാ അബദ, അല്ലാഹു നിനക്ക് തീരാത്ത ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. എന്തേ അല്ലാ? ഒന്നുമില്ല ഉസ്താദേ, ഒന്നുമില്ല ഉസ്താദേ, എല്ലാം പോയി, എല്ലാം പോയി. ഉണ്ടായിരുന്നു, ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു, ഒന്നുമില്ല, എല്ലാം പോയി. അല്ലാഹ് നിനക്ക് ദാരിദ്ര്യം തരും മനുഷ്യ. കാരണം നീ അല്ലാഹനെ മറന്നവനല്ലേ, നീ അല്ലാഹനെ മറന്നവനല്ലേ. അല്ലാഹനെ മറന്ന അല്ലാഹ് വെറുതെ വിടുവോ? നീ ഇവിടെ തിരിക്കണ ഈ പെട്ടിക്കട പോലെ ഒരു ചെറിയ ഒരു റൂം വെച്ചിട്ടല്ലേ നീ അല്ലാഹനെ പള്ളി കയറാത്ത? നീ പള്ളി നിസ്കരിക്കാൻ പോകാത്തത് നിന്റെ ഈ മുറുക്കാൻ കടയും വെച്ചിട്ടല്ലേ? കാരണം എന്തേ? പോകുമ്പോ ആരെങ്കിലും വന്ന കച്ചവടം നഷ്ടപ്പെടുമല്ലോ, ഇല്ലേ? എന്നാ ഈ പൊട്ടന് തിരിയുവോ? അല്ലാഹ് എനിക്കിത് തന്നേന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹ് നിനക്ക് ഒരു കാലത്തും ദാരിദ്ര്യം മാറ്റിത്തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കത്ത് വേണോ? ബറക്കത്ത് വേണോ? മുത്തിന് എല്ലാവർക്കും പേടി എന്തെന്നറിയോ? ഉസ്താദേ, എന്റെ വീട് വിൽക്കേണ്ടി വരുവോ? എന്റെ കട വിൽക്കേണ്ടി വരുവോ? എന്റെ സ്വർണം വിൽക്കേണ്ടി വരുവോ? മോളെ, ഹലാലായി സമ്പാദിച്ചതൊന്നും വിൽക്കേണ്ടി വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ വിശുദ്ധ ഖുർആനാ പറഞ്ഞ്, ചരിത്രം ഉൾപ്പെടെ ഖുർആൻ പറയുന്നുണ്ട്.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചരിത്രം ഉൾപ്പെടെ പറയുന്നുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ഒരു കാലത്തും നഷ്ടപ്പെടൂല. ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. റസൂലുള്ള പറഞ്ഞെന്തെന്നറിയോ? മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പോയി പിരിവെടുക്കണ്ട. മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പോയി പിരിവെടുക്കണ്ട. ഒരു പണക്കാരന്റെയും വീട് തേടിയിട്ട് നീ പോകണ്ട. ഒരു സംഘടനയും നോക്കിയിട്ട് നീ പോകേണ്ട ഗതി അല്ലാഹു നിനക്ക് വരുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യം ജീവിതത്തിൽ സൂക്ഷിച്ച മരിക്കുന്നത് വരെ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ 4 കാര്യം ജീവിതത്തിൽ സൂക്ഷിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്ന കാലം വരെ പിരിവെടുക്കാൻ മനസ്സില്ലാത്തവർ കൈവക്ക്. എനിക്ക് പിരിവെടുക്കാൻ വയ്യ ഉസ്താദ്. പള്ളിയുടെ മുന്നിൽ പോയി പച്ച മലയാളത്തിൽ പറഞ്ഞ യാചിക്കാൻ വയ്യെന്ന്. നീ എന്താ ചിലര് കൈ പൊക്കുന്നില്ല? ഞാൻ യാചിക്കാൻ തയ്യാറാ ഉസ്താദ്. അങ്ങനെയാണോ? താല്പര്യമില്ലാത്തവര് കൈ പൊക്കും. ഉസ്താദ് ഞാൻ പോവില്ല പിരിവിന്, അള്ളാഹു എന്റെ കാര്യം ഏറ്റെടുക്കണം. ആഗ്രഹമുള്ളവര് കൈ പൊക്കും. പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കും. ഞാൻ ഒന്ന് കാണട്ടെ പൊക്കാത്തവനെ. ഓൻ എന്തിനിരിക്കാൻ നോക്കട്ടെ. ഓനോടൊപ്പം ബക്കറ്റ് പിരിവെഴുതി. ആ സമയത്ത് ഓൻ ബക്കറ്റ് പിരിവെഴുതി. പെര കത്തുമ്പോഴല്ലേ വാഴ വെട്ടാൻ പറ്റൂ. അതാ ചങ്ങാതി. ഇൻഷാ അല്ലാഹ് എന്റെ പൊന്ന് മുസ്തഫ ഇവരൊന്ന് വാഴ കേൾക്കട്ടെ. ബക്കറ്റ് എടുത്ത ഇപ്പൊ എഴുന്നേറ്റ് ഓടും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 4 കാര്യം ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്നത് വരെ അള്ളാഹു ദാരിദ്ര്യം തരൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ പിണക്കം മാറ്റിയിട്ട് പറ. ചെയ്തൂടെ? വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും. പെങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും. ഒന്ന് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ എഴുന്നേക്കണം? നിങ്ങൾ തന്നെ പറയാം. എപ്പോ എഴുന്നേക്കണം? ഉറക്കെ പറഞ്ഞ. ഇവിടെ 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ ഉസ്താദ്. സുബഹി അല്ലേ? സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം അത്ര. ഞാൻ ഇവിടെ 8 മണിക്ക് എഴുന്നേക്കുന്നില്ല. പിന്നെ ഇപ്പം നിനക്ക് വേണമെങ്കിൽ എഴുന്നേക്ക്. നിനക്കല്ലേ ലാഭം. പെണ്ണെ നിനക്കല്ലേ ലാഭം. നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ ഒളുവെടുത്തിട്ടുണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഒളുവെടുത്തിട്ടുണ്ടാകണം. 3 ബാങ്ക് വിളിക്കുമ്പോ നീ മുസല്ലയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാ ഈ ഇരിക്കണ ആണുങ്ങളൊക്കെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിക്കുന്നത് കേട്ട ആലോചിക്കുക കാലം. സുബഹി നിസ്കരിക്കുന്ന വാപ്പായി ഇത് കേൾക്കാറില്ല. കാരണം പെണ്ണുമ്പിള്ള അടുത്ത് പറയും ബാങ്ക് വിളിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതി അല്ലേ? അലാറം വെക്കുന്നത് അങ്ങനെ. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ പള്ളിക്കകത്തുണ്ടെങ്കിൽ, നീ നിസ്കാരപ്പായിൽ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ നീ പിരിവെടുക്കേണ്ടി വരില്ല. അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, ഇവിടുത്തെ പള്ളിയിലെ മോദി സാഹിബ് ആരാന്നറിയില്ല. എങ്കിലും നാളെ രാവിലെ നീ ഒന്ന് സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോകണം. ആരെങ്കിലും ഒരു വാപ്പയെങ്കിലും കാണും. ആ വാപ്പാനോട് ചോദിക്കണം, വാപ്പ GST നിങ്ങളെ ബാധിച്ചോ? GSTയോ? വാപ്പ ചോദിക്കുക എന്താണത്? നോട്ട് നിരോധനം. നിങ്ങൾക്ക് വല്ല സാമ്പത്തിക ഞെരുവോ ഒന്നുമില്ല. ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരിക്കുന്ന വാപ്പാനോട് ചോദിച്ചാൽ അയാൾക്ക് ഒന്നുമില്ല മനുഷ്യ. കാരണം എന്തേ? ഓന്റെ കാര്യം അള്ള ഏറ്റെടുത്തിരിക്കല്ലേ. ഓൻ എന്ത് ഞെരുക്കം? ഓന് ലാഭം മാത്രമേ ഉള്ളൂ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒന്ന് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉളവെടുക്കണം. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായിൽ കയറണം. 4 വിത്തർ നിസ്കാരം കഴിഞ്ഞാൽ കണ്ടവന്റെ ഇറച്ചി തിന്നാൻ നിൽക്കരുത്. നേരത്തെ കാലത്തെ പോയി കിടന്ന് ഉറങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.